ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസ് ആനക്കമ്പോലി യൂണിറ്റിന്റെ 2025-26 വർഷത്തെ പൊതുയോഗം നടത്തുന്ന ഈ വേളയിൽ ജീവിതം എന്ന 3 അക്ഷരത്തോട് ശ്രേയസ് എന്ന 3 അക്ഷരം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് നമ്മളുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. ഈ ഒരു വർഷക്കാലം പുതിയ 7 സംഘങ്ങൾ നമ്മൾക്ക് കൂടി പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കൂട്ട് വേണം, എന്നെ അറിയുന്ന ഒരു കൂട്ടായിരിക്കണം എന്നുള്ള നിർബന്ധം എല്ലാവർക്കും ഉണ്ട്. ആ കൂട്ടിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ആനിക്കാമ്പോയിലെ പുതിയ സംഘങ്ങൾ വന്നു ചേരുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. പുതിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യം, അതുപോലെ തന്നെ തനിത് പ്രവർത്തനങ്ങൾ, ക്ഷീരമേഖലകള്, കാർഷിക മേഖലകള്, എല്ലാവിധമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലും ശ്രേയസ് അതിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ആനിക്കാമ്പോലി യൂണിറ്റ് നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. നമ്മളുടെ ദിനാഘോഷങ്ങള് സ്ത്രീകളുടെ ദിനാഘോഷമായ വനിതാ ദിനം, അതുപോലെ തന്നെ ജലദിനം, വനദിനം, പരിസ്ഥിതി ദിനം, ഇങ്ങനെയുള്ള ദിനാഘോഷങ്ങൾ നമ്മൾ എല്ലാ വർഷവും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആലോചിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തെ പറ്റിയും നമ്മളുടെ ആരോഗ്യ മേഖലയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ നാടിന്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ അങ്ങാടി പരിസരങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഭവനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഓരോരുത്തർക്കും ആവശ്യമായ ആ ശുചിത്വ പരിപാടികളെ കുറിച്ച് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഉള്ള ഒരു കാര്യമാണ് പൊതുമേഖല ബന്ധങ്ങൾ. പൊതുമേഖലകളിൽ ഇന്ന് കടന്നു ചെല്ലാൻ ഓരോരുത്തർക്കും മടിയുള്ള ഈ അവസരത്തില് പൊതുസ്ഥാപന ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ആ പൊതുസ്ഥാപനങ്ങളിലേക്ക് പോകുവാനായിട്ട് നമ്മൾ പലരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും ഒരു വ്യക്തി വികസനം, അതോടൊപ്പം പഠിപ്പിക്കുക എന്നുള്ള ബോധത്തോടുകൂടി നല്ല രീതിയിൽ ശ്രേയസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ ഊർജം പകർന്നുകൊണ്ട് നമ്മളുടെ യൂണിറ്റിന്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് കാലായിൽ, നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിജോ പന്തപ്പള്ളി അച്ഛന്, നമ്മുടെ മേഖലയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മണ്ണിത്തോട്ടം, മേഖലയുടെ കോർഡിനേറ്റർമാര് എല്ലാവരും നമ്മുടെ യൂണിറ്റിനെ ശക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മളുടെ സംഘാംഗങ്ങൾ ഓരോരുത്തരും നമ്മളുടെ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ സംഘത്തിന് ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് കമ്മിറ്റി. എല്ലാ മാസവും 1-ാം തീയതി യൂണിറ്റ് കമ്മിറ്റികൾ കൂടുന്നു. കമ്മിറ്റിയിൽ നല്ല തനിത് മാസത്തേക്കുള്ള പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തുന്നു. അതിലുപരിയായിട്ട് ശ്രേയസ് ആനിക്കാമ്പോലി യൂണിറ്റിന്റെ നല്ല നടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിറ്റിന്റെ UDO ആയിരിക്കുന്ന ബീന ജോസ്, എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ഒരു വർഷക്കാലത്ത് നമ്മളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാമൂഹ്യ വികസന രംഗത്ത് നിറസാന്നിധ്യവും കോഴിക്കോട് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വികസനത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും മുഖമുദ്രയായിരുന്ന നമ്മുടെ കോർഡിനേറ്റർ ലിസി റെജി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കോഴിക്കോട് മേഖലയുടെ പ്രോഗ്രാം ഓഫീസറായി നീണ്ട 29 വർഷക്കാലം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചേർത്ത് നിർത്തുവാനും സ്നേഹവും കരുതലും നൽകുവാനും സാധാരണക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ അഹോരാത്രം യത്നിച്ച ശ്രീമതി ലിസി റെജിക്ക് ആനിക്കാമ്പോലി യൂണിറ്റിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ യൂണിറ്റിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാക്കൾക്കും നിത്യശാന്തിയും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കട്ടെ. ഐശ്വര്യത്തിന്റെ 2 വർഷങ്ങൾ നാരങ്ങാത്തോട്ടിൽ നിന്നും നമ്മൾ ഐശ്വര്യത്തെ പങ്കിട്ടെടുത്ത് കൂടുതൽ ശോഭയോടെ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. മലയോരത്തിലെ മക്കൾക്ക് മണ്ണിൽ പണിയാൻ മാത്രമല്ല, മാനത്തേക്ക് പറക്കുവാനും ചിറകുകൾ മുളപ്പിക്കുന്ന പ്രത്യാശയും താങ്ങും നൽകുന്ന പ്രസ്ഥാനം ഇനിയും ഏറെ ദൂരം പോകേണ്ടിയിരിക്കുന്നു. ഇതിലും ആൾബലത്തോടെ, കരുത്തോടെ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഒരുമിച്ച് ചെയ്തു തീർത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മാന്യരെ, ശ്രേയസ് ആനിക്കാമ്പോലി യൂണിറ്റിന്റെ 1-ാം വാർഷികം മെയ് 10
മെയ് 10 ആഘോഷപൂർവ്വം കൊണ്ടാടി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച റാലിയിൽ 300 പേരോളം അണിനിരന്നു. റാലിക്ക് മാറ്റുകൂട്ടുന്നതിനായി മുൻനിരയിൽ നാസിക് ഡോൾ, ദേശീയ പതാകയേന്തിയ ഭാരതാംബ, മതമൈത്രി വിളിച്ചോതുന്ന വേഷവിധാനങ്ങൾ, അങ്ങനെ ശ്രേയസിന്റെ മഹിമ വിളിച്ചോതി പാരിഷ്കാളിൽ അവസാനിച്ചു. പൊതുസമ്മേളനം. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി അധ്യക്ഷനായ പൊതുസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് VM മാത്യു ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം മുഖ്യപ്രഭാഷണം, 3-ാം വാർഡ് മെമ്പർ രാജു അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി മുഖ്യ സന്ദേശവും മഹൽ കമ്മിറ്റി പ്രതിനിധി, SNDP പ്രതിനിധി, നാരങ്ങാത്തോട് യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ, കോർഡിനേറ്റർ ഐസക് സാർ, കമ്മിറ്റി അംഗം ജോൺസൺ വയലിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എല്ലാ കമ്മിറ്റിയിലും പങ്കെടുത്ത മെറീന സാബു, ബെസി ജോർജ്, കാരുണ്യനിധിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർത്ത മെറീന, ഏറ്റവും നല്ല സ്ത്രീ സംഘം അനുഗ്രഹ സംഘം, പുരുഷ സംഘം കക്കാട്ടുപാറ, കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തവർ, നിക്ഷേപ സമാഹരണത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ച സംഘത്തിനും വ്യക്തിക്കും സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. കൂടാതെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും സമ്മാനങ്ങൾ നൽകുകയും നാരങ്ങാത്തോട് പ്രസിഡന്റ് PC ചാക്കോയെയും വാർഡ് മെമ്പർ രാജു അമ്പലത്തിങ്ങനെയും ഡയറക്ടർമാർ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധതരം കലാപരിപാടികൾക്ക് ശേഷം യൂണിറ്റ് UDO ബീന ജോസ് നന്ദി പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ്. വൈസ് പ്രസിഡന്റായിരുന്ന ജോസ് റാപ്പുഴ മാറുകയും ആ സ്ഥാനത്തേക്ക് ബിജു റാപ്പുഴയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. കൂടാതെ മാവാതുക്കൽ ഭാഗത്തുനിന്ന് ബിന്ദുവിനെയും ഓടപ്പൊയിൽ ഭാഗത്തുനിന്ന് ജെസിനെയും തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി യോഗം അവസാനിച്ചു. സംഘരൂപീകരണം. ഈ വർഷം 7 സംഘം രൂപീകരിക്കുന്നതിനായി യൂണിറ്റിന് സാധിച്ചു. ഈ സംഘരൂപീകരണത്തിനായി സഹായിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ആകെ പുരുഷ സംഘം 9, സ്ത്രീ സംഘം 35, ബാലജ്യോതി 4, സീനിയർ സിറ്റിസൺ 1, ആകെ 49 സംഘങ്ങൾ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും 1-ാം തീയതി യൂണിറ്റ് കമ്മിറ്റി അനിക്കാമ്പയിൽ ഓഫീസിൽ വെച്ച് കൂടുന്നു. കമ്മിറ്റിയിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി, പ്രസിഡന്റ് VM മാത്യു, വൈസ് പ്രസിഡന്റ് ബിജു റാപ്പുഴ, സെക്രട്ടറി ബെസി രാജു, വൈസ് പ്രസിഡന്റ് ബിന്ദു ജെയിംസ്, ഖജാൻജി അന്നമ്മ, കമ്മിറ്റി അംഗങ്ങളായ മെറീന സാബു, ജോൺസൺ വയലിൽ, ജസ്ന റുനീഷ്, സണ്ണി നരിക്കുഴി, UDO ബീന ജോസ് എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി. അംഗങ്ങൾ എല്ലാ മാസവും മീറ്റിംഗ് കൂടുകയും ദിനാഘോഷങ്ങൾ ആഘോഷിക്കുകയും അതിനെപ്പറ്റി ചർച്ച നടത്തുകയും ചെയ്യുന്നു. മെയ് 11 മാതൃദിനം. മാതൃദിനത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രായമായ അമ്മമാരെ ആദരിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. മെയ് 12 നേഴ്സസ് ദിനം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ അവരുടെ സ്നേഹത്തലോടലുകൾ കിട്ടാത്ത ഒരു രോഗി ഉണ്ടാകില്ല. അവർ തരുന്ന ആശ്വാസം കുറച്ചൊന്നുമല്ല. നേഴ്സസ് ദിനത്തിൽ ഫിയോണയെ കമ്മിറ്റി അംഗങ്ങളും സംഘാംഗങ്ങളും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം. അന്നേ ദിവസം ബഹുമാനപ്പെട്ട ഫാദർ സിജോ പന്തപ്പള്ളി അധ്യക്ഷനായ യോഗത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മരങ്ങൾ നട്ടും നാടും നഗരവും പച്ചപിടിപ്പിച്ചും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പുനർജീവിപ്പിച്ചും ഭൂമിയുടെ കാവലാളാകാൻ കഴിയണമെന്നും നാം ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത രക്ഷിതാക്കൾക്ക് വൃക്ഷത്തൈ നൽകി ശ്രേയസ് ആനിക്കാമ്പോ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ആഗസ്റ്റ് 4 വൈദിക ദിനം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഓർമ്മദിനം വൈദികരുടെ ദിനമായി ആചരിച്ചു. യൂണിറ്റ് ഡയറക്ടറായ ഫാദർ സിജോ പന്തപ്പള്ളിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലെ മാത്രമല്ല, ജാതി മത ഭേദമന്യേ ഒരു സമൂഹത്തിന് തന്നെ പുരോഹിതനാണെന്ന് ഓർമ്മിപ്പിച്ചു. അഗ്നിയിൽ സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ശുദ്ധീകരിക്കപ്പെട്ട പൗരോഹിത്യം ജനങ്ങളിലേക്ക് അതിന്റെ പ്രഭ ചൊരിയുന്നു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മാവാതുക്കൽ സാംസ്കാരിക നിലയത്തിൽ വാർഡ് മെമ്പർ മേഴ്സി പുളിക്കാട്ടും യൂണിറ്റും സഫായ്ക്ക കാരുണ്യ സംഘങ്ങളും ചേർന്ന് പതാക ഉയർത്തുകയും മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ കക്കാട്ടുപാറ, ശ്രുതി എന്നീ സംഘങ്ങളും ആഘോഷിച്ചു. ഓണാഘോഷം. ലോകത്തെവിടെയാണെങ്കിലും മലയാളികളെ ഒന്നിപ്പിക്കുന്ന ആഘോഷം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതാണല്ലോ. ആയുസ് പോലും എത്ര ഓണം ഉണ്ടുവെന്ന് കണക്കിൽ ഓർമ്മിക്കപ്പെടുമ്പോൾ ഓണത്തിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ വർഷത്തെ ഓണാഘോഷം ശ്രേയസ് കുടുംബാംഗങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. വിവിധ ഇനം മത്സരങ്ങൾ നടത്തി. മത്സരത്തിൽ വിജയിച്ച് 1-2 സ്ഥാനം നേടിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഓണവിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഓണസദ്യ വളരെ വിപുലമാക്കി. ഓണക്കിറ്റ് വിതരണം. നന്മയുടെയും സമൃദ്ധിയുടെയും ഓർമ്മയാണല്ലോ ഓണം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നിസ്സഹായരെയും നമ്മുടെ ഓർമ്മയിൽ തെളിയേണ്ടതുണ്ട്. നമ്മളാൽ ആവും വിധം
സഹായഹസ്തങ്ങൾ അവരിലേക്ക് നീട്ടുമ്പോഴാണ് നമ്മുടെ ഓണവും ധന്യമാകുന്നത്. ഇത്തവണ ശ്രേയസ് കൈപിടിച്ചത് ആശ്രയ സംഘത്തിലെ 2 കുടുംബങ്ങളെയാണ്. അധ്യാപക ദിനം. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു തരുന്നവർ. ജീവിതത്തിന്റെ വഴിയിൽ അവർക്കുള്ള പങ്ക് സുദീർഘമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ദൈവതുല്യനായ അവരെയും ഈ ദിനത്തിൽ ആദരിച്ചു. കാർഷിക മേഖല. കാർഷിക മേഖലകളിൽ ഉള്ളവരെയും ശ്രേയസ് ആദരിക്കുന്നു. തിരുവാമ്പാടി പഞ്ചായത്തിലെ ഏറ്റവും നല്ല ക്ഷീരകർഷകയായി തെരഞ്ഞെടുത്ത സിനി സിറോഷിനെ ശ്രേയസ് യൂണിറ്റിൽ ആദരിച്ചു. കൂടാതെ കക്കാട്ടുപാറ സംഘം കുട്ടി കർഷകനായി തെരഞ്ഞെടുത്ത അഭിനവ കൂനമാക്കലിനെയും മികച്ച സുഗന്ധവിള കർഷകനായി തെരഞ്ഞെടുത്ത ചന്ദ്രബാബു തറക്കുന്നിലിനെയും ആദരിച്ചു. ഒക്ടോബർ 1 വയോജന ദിനം. ഒരായുസ് മുഴുവൻ വരും തലമുറയ്ക്ക് വേണ്ടി അധ്വാനിച്ചവർ ഒടുവിൽ വാർദ്ധക്യത്തിന്റെ തടവിൽ നിസ്സഹായരായി വിശ്രമിക്കുമ്പോൾ അവരെ ഓർമ്മിക്കുവാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നത് ഒരു ഭാഗ്യമാണ്. ശ്രേയസ് അവരെയും ചേർത്ത് നിർത്തുന്നു. വയോജന ഗ്രൂപ്പിന്റെ 1ാം വാർഷികം കക്കാട്ടുപാറ സംഘത്തിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി ഉദ്ഘാടനം ചെയ്യുകയും വയോജനങ്ങളെ ആദരിക്കുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സേവന ഭാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രേയസിന്റെ നേതൃത്വത്തിൽ തിരുവാമ്പാടി പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി. SI KM ജോർജ് സാർ ഉദ്ഘാടനം ചെയ്തു. SI EJ ബെന്നി സാറും സംഘാംഗങ്ങളും നേതൃത്വം നൽകി. നവംബർ 14 ശിശുദിനം. വരും തലമുറ വളർന്നു വരുന്ന അവരുടെ കൈകളിൽ ഭദ്രമാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. സിസ്റ്റർ റെജിൻ ക്ലാസ് നയിച്ചു. ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, വായനാശീലം എന്നിവയായിരുന്നു പ്രധാന പ്രതിപാദ്യങ്ങൾ. അന്നേ ദിവസം സ്റ്റേറ്റ് തലത്തിൽ നടത്ത മത്സരത്തിന് വെങ്കലം നേടിയ ആൽമിൻ ബോബിക്ക് മെമന്റോ നൽകി ആദരിച്ചു. കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാകുന്നതിന് വേണ്ടി ഫ്രണ്ട്സ് സംഘം പുസ്തകങ്ങൾ വിതരണം നടത്തി. ക്രിസ്മസ് കേക്ക് ചലഞ്ച്. മേഖലയുടെ നേതൃത്വത്തിൽ കേക്ക് ചലഞ്ചിന്റെ ഭാഗമായി 125ഓളം കേക്കുകൾ യൂണിറ്റിൽ വിതരണം നടത്തി. ക്രിസ്മസ് ആഘോഷം. യൂണിറ്റ് വിലയിരുത്തലിനോടനുബന്ധിച്ച് യൂണിറ്റ് പ്രസിഡന്റ് VM മാത്യുവിന്റെ അധ്യക്ഷതയിൽ യൂണിറ്റിൽ വെച്ച് ക്രിസ്മസ് ആഘോഷം നടത്തി. ജാതമത ഭേദമന്യേ എല്ലാവരും ഒന്നാണെന്ന് തെളിയിച്ചുകൊണ്ട് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ജനപ്രതിനിധികളെ ആദരിക്കൽ. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തിരുവാമ്പാടി പഞ്ചായത്തിലെയും കൊടുവള്ളി ബ്ലോക്കിലെയും 1, 2, 3, 19 വാർഡുകളിലെ ജനപ്രതിനിധികളെ യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തേജസ് സംഘം ബ്ലോക്ക് മെമ്പറെയും ഹരിദാസ് സംഘം 19ാം വാർഡ് മെമ്പറെയും കക്കാട്ടുപാറ സംഘം 2ാം വാർഡ് മെമ്പറായ സരസ്വതി വർഗീസിനെയും ആദരിച്ചു. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഇന്ന് സമൂഹത്തെ കാണുന്നതിനതും സർവ്വസാധാരണമായ ഒരു ഭീതിയാണ് ക്യാൻസർ എന്ന മഹാവ്യാധി. നമ്മുടെ ഇടയിലും ധാരാളം പേർ ഈ രോഗം മൂലം വിഷമിക്കുന്നുണ്ട്. നമ്മളാ കഴിയുന്നത് സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമാണ്. ശ്രേയസും തങ്ങളാ കഴിയും വിധം പങ്കാളികളാകുന്നു. മാർച്ച് 8 വനിതാ ദിനം. വനിതാ ദിന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് VM മാത്യു അധ്യക്ഷപദം അലങ്കരിക്കുകയും യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ സിജോ പന്തപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും മേഖലാ കോർഡിനേറ്റർ ലിസി റെജി മുഖ്യ സന്ദേശവും കമ്മിറ്റി അംഗവും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റുമായ ജോൺസൺ വയലിലും 1ാം വാർഡ് മെമ്പർ മനോജ് വാഴപ്പറമ്പിലും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. 1917 ഭക്ഷണത്തിനും സമാധാനത്തിനും വേണ്ടി റഷ്യയിൽ തുടങ്ങിയതാണ് വനിതാ ദിനം. 2026 വനിതാ ദിന സന്ദേശം നൽകുക, നേടുക എന്നുള്ളതാണ്. സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുക എന്നതാണ് ശ്രേയസിന്റെ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസം നൽകിയും ദാരിദ്ര്യം ഇല്ലാതാക്കിയും സമൂഹത്തെ ഉന്നത ശ്രേണിയിലേക്ക് എത്തിക്കുക, നീതി നിഷേധിച്ചു നിൽക്കുന്നവർക്ക് നിയമസഹായം നൽകുക, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും വയോജനങ്ങൾക്കും നിയമസഹായവും സംരക്ഷണവും നൽകുക, കുടുംബത്തെ പോലെ തന്നെ സമൂഹത്തെ സംരക്ഷിക്കാൻ പഠിക്കുക എന്നീ കാര്യങ്ങളെക്കുറിച്ചും പുതുപ്പാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകയും അഡ്വക്കേറ്റുമായ ആയിഷ സുൽത്താൻ ക്ലാസ് എടുത്തു. എല്ലാ അംഗങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിന് ശേഷം ഫാദർ സിജോ പന്തപ്പള്ളി അഡ്വക്കേറ്റ് ആയിഷക്കുട്ടി സുൽത്താനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൂടാതെ മേഖലാ കോർഡിനേറ്റർ ലിസി റെജിയെയും UDO ലീന ജോസിനെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഈ പരിപാടിയിൽ 42 പേർ പങ്കെടുത്തു. വന്ന എല്ലാവരെയും UDO ലീന ജോസ് സ്വാഗതം ചെയ്യുകയും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിജു റാപ്പുഴ നന്ദി അറിയിക്കുകയും ചെയ്തു. അടുക്കളത്തോട്ടം. ഇന്ന് അടുക്കളത്തോട്ടം ഇല്ലാത്ത ഭവനമുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ളതാണെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക മലയാളി ശീലമാക്കി കഴിഞ്ഞു. വിലയും വിഷവും ഒന്നിച്ച് പ്രതിരോധിക്കാൻ ഓരോ അടുക്കളത്തോട്ടത്തിനും കഴിയും. യൂണിറ്റിലെ ഏറ്റവും നല്ല അടുക്കളത്തോട്ടത്തിലുള്ള സമ്മാനങ്ങൾ അർച്ചന സംഘാംഗമായ സ്വപ്നയും സംഭാവന സംഘാംഗമായ ലീലാമയും കരസ്ഥമാക്കി. മാർച്ച് 22 ജലദിനം.
2026 ഐക്യരാഷ്ട്രസഭയുടെ ലോകജല ദിനപ്രമേയം ജലവും ലിംഗഭേദവും എന്നതാണ്. ജലദിനത്തിന്റെ ഭാഗമായി കക്കാട്ടുപാറ സംഘവും യൂണിറ്റും ചേർന്ന് കുടിവെള്ള സ്രോതസ് വൃത്തിയാക്കി. ഇതിന് നേതൃത്വം നൽകിയ കക്കാട്ടുപാറ സംഘത്തിന് യൂണിറ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഹെൽത്ത് ക്ലാസ്. ആനക്കാമ്പോയിൽ ഹെൽത്ത് നേഴ്സ് ആയ ജീന ജോസഫ് പകർച്ചപ്പനി, ഗർഭാശയ ക്യാൻസർ, ഗ്ലൂക്കോമ എന്നീ രോഗത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും പങ്കെടുത്ത എല്ലാവരുടെയും പ്രഷർ, ഷുഗർ എന്നിവ നോക്കുകയും വൈറ്റമിൻ ഗുളികകൾ വിതരണം ചെയ്യുകയും ചെയ്തു. സംരംഭങ്ങൾ. ശ്രേയസിന്റെ കീഴിൽ ധാരാളം സംരംഭകർ സ്വയം തൊഴിൽ കണ്ടെത്തുവാനും സമൂഹത്തിന്റെ പിൻനിരയിൽ നിൽക്കുന്ന പലരെയും മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും ഈ പ്രസ്ഥാനം സഹായിക്കുന്നു. പശു ഫാം, കോഴി ഫാം, ടൈലറിംഗ് ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഹോട്ടൽ, പലചരക്ക് കട, സ്റ്റേഷനറി, ഓട്ടോ, കുടിൽ വ്യവസായം ഇതെല്ലാം ഈ ശ്രേയസിന്റെ കീഴിൽ അനേകർക്ക് ജീവനോപാധിയായി വളർന്നു വരുന്നു. മാർച്ച് 21 വനദിനം. മാർച്ച് 21 വനദിനത്തോടനുബന്ധിച്ച് ആനിക്കാമ്പയിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസും പരിസരവും സന്ദർശിക്കുകയും ഈ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷപദം അലങ്കരിക്കുകയും ബീറ്റ് ഓഫീസർ അനകാമാടം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഫോറസ്റ്റ് ഓഫീസർ ദീപേഷ് സാർ ക്ലാസ് എടുത്തു. വനം സംരക്ഷിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുകയുണ്ടായി. മേഖലാ കോർഡിനേറ്റർ ഇസി റജിയും കമ്മിറ്റി അംഗം വയലിൽ ജോൺസണും ആശംസ അർപ്പിച്ചു. ശ്രേയസ് പ്രതിനിധികൾ വനപാലകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംഘ മീറ്റിംഗ്. എല്ലാ മാസവും സംഘങ്ങൾ മീറ്റിംഗ് കൂടുകയും ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും അംഗങ്ങളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി എന്നിവ ആഘോഷിക്കുകയും ആ വ്യക്തിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. രോഗികളായവരെ സന്ദർശിക്കുകയും സാമ്പത്തികമായി സഹായം നൽകുകയും ചെയ്തു വരുന്നു. അംഗങ്ങൾ ധനസമാഹരണം നടത്തുകയും ലോൺ ആവശ്യമുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. ബാലജ്യോതി പ്രവർത്തനങ്ങൾ. കുട്ടികൾ എല്ലാ 2ാം ശനിയാഴ്ചകളിലും രക്ഷാധികാരികളുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ഇടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തിവരുന്നു. സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി ധനസമാഹരണം നടത്തുകയും മധുരം പങ്കിട്ട് യോഗം പിരിയുകയും ചെയ്യുന്നു. ഉപസംഹാരം. ശ്രേയസ് ബത്തേരി രൂപതയുടെ ഡയറക്ടറായി സുതാര്യതയോടും കൃത്യതയോടും കൂടി പ്രവർത്തിച്ച് ആലംബ കേന്ദ്രത്തെ ചേർത്ത് പിടിച്ച് ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഡേവിഡ് ആലുങ്കലിനെ നന്ദിയോടെ ഓർക്കുന്നു. മേഖലാ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ടും വികസന കാഴ്ചപ്പാടോടുകൂടി ശ്രേയസിനെ മുന്നോട്ട് നയിക്കുന്നു. ഈ ആനിക്കാമ്പോയിൽ യൂണിറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി യൂണിറ്റിനെ ചേർത്ത് പിടിച്ച് കൈപിടിച്ച് നയിക്കുന്ന ബഹുമാനപ്പെട്ട മണ്ണിത്തോട്ടം അച്ഛനെ ആനിക്കാമ്പൽ യൂണിറ്റ് നന്ദിയോടെ സ്മരിക്കുന്നു. ആനിക്കാമ്പോയിൽ യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ശാന്തവും സൗമ്യവുമായി പ്രവർത്തിക്കുകയും നൂതന ആശയങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകി സത്യത്തിന്റെ പാതയിലൂടെ നേരിന്റെ ദീപശിഖ തെളിയിച്ച് ആനിക്കാമ്പൽ യൂണിറ്റിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഡയറക്ടർ സിജോ പന്തപ്പള്ളി അച്ഛനെ സ്നേഹാദരവോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രോഗ്രാം ഓഫീസർ. കോഴിക്കോട് മേഖലയിലെ 9 യൂണിറ്റുകളെയും ഒരു മാലയിൽ കോർത്തിണക്കിയ മുത്തുമണികൾ പോലെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃത്യതയോടെയും വ്യക്തതയോടെയും പ്രവർത്തിച്ച പ്രോഗ്രാം ഓഫീസർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ശ്രീമതി ലിസ റജിയെയും ഈ അവസരത്തിൽ ആനിക്കാമ്പൽ യൂണിറ്റ് നന്ദിയോടെ ഓർക്കുന്നു. യൂണിറ്റിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, സംഘാംഗങ്ങൾ എന്നിവർക്ക് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ശ്രേയസ് ആനിക്കാമ്പോയിൽ യൂണിറ്റിന്റെ 41 സംഘങ്ങളെ ഏകോപിപ്പിച്ച് സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അയൽക്കൂട്ടങ്ങളുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് സംഘങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തു.